ഭൂമി എത്ര മനോഹരമാണെന്ന് നമ്മൾ ദൂരെ നിന്ന് കണ്ടു. ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. ജീവൻ നിലനിൽക്കുന്നതിനുള്ള ഊർജം പ്രധാനമായും എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയാമോ? സൂര്യനിൽ നിന്ന്. നമുക്ക് ഊർജം തരുന്ന ഭക്ഷണം ഉണ്ടാക്കുവാൻ ശരിക്കും സഹായിക്കുന്നത് സൂര്യനാണ്. എന്താ സംശയമുണ്ടോ? നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ ചെടികളും അവയുടെ ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നു. ഇതിന് സഹായിക്കുന്നത് സൂര്യനാണ്. എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ അരിയും വെള്ളവും തീ ഉപയോഗിച്ച് പാകം ചെയ്യുന്നത് പോലെ ഇലകൾ, കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ സൂര്യപ്രകാശത്തിൻ്റെ ചൂടിൽ പാചകം ചെയ്യുന്നു. സസ്യങ്ങൾ ഇങ്ങനെ പാകം ചെയ്യുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വയ്യാത്ത വിധം ചെറുതായ കുഴലുകളിലൂടെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത വെള്ളം ഇലകളിൽ എത്തുന്നു. അപ്പോൾ ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങൾ തുറക്കുകയും വായുവിലുള്ള കാർബൺ ഡയോക്സൈഡ് അകത്ത് കടക്കുകയും ചെയ്യുന്നു. ഇലകളിലുള്ള ക്ലോറോഫിലാണ് ശരിക്കും പാചകക്കാരൻ. ആ ആശാൻ സൂര്യപ്രകാശത്തിൻ്റെ സഹായം കൊണ്ട് ജലത്തെ ഹൈഡ്രജനായും ഓക്സിജനായും വേർതിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ശേഷിച്ച ഓക്സിജനോ കണ്ടോ അവൻ നേരെ പുറത്തേക്ക്. അങ്ങനെ ഗ്ലൂക്കോസ് ഏതെങ്കിലും രൂപത്തിൽ ചെടിയുടെ ചില ഭാഗങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ സംഭരിക്കപ്പെട്ട ആഹാരപദാർത്ഥങ്ങളാണ്. നോക്കൂ, അപ്പോൾ ചെടികൾ നമുക്ക് പ്രാണവായു മാത്രമല്ല ആഹാരവും തരുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തെ ആദ്യത്തെ അടുക്കള ഏതാണ്? സംശയമില്ല, ഇലകൾ തന്നെ. അങ്ങനെ ഇലകൾ പാകം ചെയ്ത ഭക്ഷണമാണ് നമ്മളും ജീവജാലങ്ങളും ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്നത്.